Hello everyone, this is Muhammad Alfan. Welcome to Skill to Succeed. ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ലോഗോ അല്ലെങ്കിൽ പിക്ചർ എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇതിന് വേണമെങ്കിൽ പിക്ചർ ലുക്കപ്പ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡ് കാണാൻ ലിസ്റ്റ് ഓഫ് കമ്പനി നെയിം, സിഒ നെയിം, അവരുടെ ഫോട്ടോസ്, റൈറ്റ്. സോ റൈറ്റ് സൈഡ് വേണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ റെസ്പെക്റ്റീവ് സിഒ നെയിം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ കാണാൻ സുന്ദർ പിച്ചായ്, ആ വ്യക്തിയുടെ ഫോട്ടോ ഇവിടെ കാണിക്കുന്നത്, റൈറ്റ്. ഞാൻ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു, ലീന നായർ. എഗെയിൻ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു, പരാഗ് അഗ്രവാൾ. സോ നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സാധാരണ രീതിയിൽ ഇതൊരു കമ്പനി നെയിമും അതുപോലെ തന്നെ അത് റെസ്പെക്റ്റീവ് സിഒ നെയിമാണ് നമുക്ക് ഈസി ആയിട്ട് VLOOKUP ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഇൻഡെക്സ് മാച്ചോ അല്ലെങ്കിൽ XLOOKUP ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അത് പിക്ചർ അല്ല, അതൊരു ടെക്സ്റ്റ് ആണ്, റൈറ്റ്. പക്ഷേ പിക്ചറിൻ്റെ കേസിൽ ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്, വളരെ സിമ്പിളാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് ഒരു ഡെമോ കാണിച്ചതാണ്. നെക്സ്റ്റ് ലേണിംഗ് എന്നുള്ള ടാബിലേക്ക് നമുക്ക് പോവാം. ഇവിടെ കാണാം സെയിം ഡാറ്റ തന്നെ, കമ്പനി നെയിം, സിഒ നെയിം ആൻഡ് സിഒ ഫോട്ടോ. ഒരു ഫോട്ടോ ഇൻസേർട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇൻസേർട്ട് എന്ന ടാബിൽ പോയിട്ട് ഇവിടെ കാണാം ഇല്ലുസ്ട്രാക്ഷൻ എന്നുള്ള ഗ്രൂപ്പ്, ശേഷം ഇവിടെ കാണാം പിക്ചേഴ്സ് എന്നുള്ള ആ റിബൺ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദിസ് ഡിവൈസ്, അതായത് നിങ്ങൾ ആ പർട്ടിക്കുലർ റെസ്പെക്റ്റീവ് പിക്ചേഴ്സ് നിങ്ങൾ സിസ്റ്റത്തിലാണ് ബ്രൗസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി, എന്നിട്ട് ബ്രൗസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ റെസ്പെക്റ്റീവ് പിക്ചേഴ്സ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ശേഷം റൈറ്റ് സൈഡ് വരെ സിഒൻ്റെ നെയിമും സിഒ ഫോട്ടോസ് എന്നുള്ള ആ ഹെഡിങ് കൊടുത്തു, കാരണം ഇവിടെയാണ് എനിക്ക് റിസൾട്ട് വേണ്ടത്, റൈറ്റ്. സോ അതിന് വേണ്ടത് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു, ശേഷം ഡാറ്റ ടൂൾസിൻ്റെ അണ്ടറിൽ ഡാറ്റ വാലിഡേഷൻ റിബൺ ക്ലിക്ക് ചെയ്തു. ശേഷം ലിസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നു, അപ്പ് ആരോ ആ റെസ്പെക്റ്റീവ് സിഒ നെയിം കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഡൗൺ ആരോ ഓക്കെ. ഇപ്പോൾ കംപ്ലീറ്റ് ആ റെസ്പെക്റ്റീവ് നെയിംസോടെ ജനറേറ്റ് ചെയ്ത് പോകുന്നു, റൈറ്റ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ് ഈ പിക്ചേഴ്സ് കംപ്ലീറ്റ്ലി ഇതിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് ഏതെങ്കിലും എക്സിസ്റ്റിംഗ് സെല്ലിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക. അതായത് പിക്ചർ അടങ്ങിയ സെല്ലിൽ, പിക്ചറിൻ്റെ മുകളിലല്ല, പിക്ചർ അടങ്ങിയ സെല്ലിൽ കോപ്പി ചെയ്യുക. ശേഷം നമ്മുടെ സിഒ ഫോട്ടോ എന്നുള്ള എവിടെയാണോ പിക്ചർ ജനറേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണോ റിസൾട്ട് ജനറേറ്റ് ചെയ്യേണ്ടത് അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഗോ ടു ഹോം ടാബ്, ഇവിടെ കാണാൻ പറ്റും പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവും, ലിങ്ക് പിക്ചേഴ്സ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ പിക്ചർ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ള സിഒൻ്റെ നെയിം ഓപ്റ്റ് ചെയ്താലും അവിടെ പിക്ചർ മാറാൻ വേണ്ടി പോകുന്നില്ല, കാരണം അത് കംപ്ലീറ്റ് അല്ല. നെക്സ്റ്റ് ഞാൻ ഈ സെല്ലൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ കാരണം C6 ഉദ്ദേശിക്കുന്നത് ഈ സെല്ലാണല്ലോ, റൈറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് മാറ്റം വരുത്തിയാലും അവിടെ ഇമ്പാക്ട് ചെയ്യുന്ന കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യും, ഇന്ത്യ എന്ന് വന്നു, റൈറ്റ്. കൺട്രോൾ സെറ്റ് പ്രസ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു പിക്ചർ ലുക്കപ്പിൽ നമ്മൾ VLOOKUP ഫംഗ്ഷൻസും ഇൻഡെക്സ് മാച്ചും നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാൻ പറ്റില്ല, നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതും നെയിം മാനേജർ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട്. വളരെ സിമ്പിൾ സംഭവമാണ്. ആദ്യം ജസ്റ്റ് ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഇൻഡെക്സ് മാച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻഡെക്സ് മാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ മുമ്പിട്ടതാണ്, ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കണ്ടു നോക്കാം. സോ ഇവിടെ ഞാൻ ഈക്വൽ ടു ഇൻഡെക്സ് ആർഗ്യുമെൻറ്റ്സ് ഫസ്റ്റ് ആരെ ഉദ്ദേശിക്കുന്ന സെറ്റ് ഓഫ് ഡാറ്റാബേസ് ആണല്ലോ, റൈറ്റ്. കംപ്ലീറ്റ് ഡാറ്റാബേസ് സെലക്ട് ചെയ്തു, F4 ലോക്ക് ചെയ്തു, കോമ. നെക്സ്റ്റ് റോ നമ്പറാണ് ചോദിക്കുന്നത്, അതുകൊണ്ട് റോ നമ്പറിന് പകരം മാച്ച് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. മാച്ച് ലുക്കപ്പ് വാല്യൂ ഉദ്ദേശിക്കുന്നത് സിഒ നെയിം, റൈറ്റ്. സെലക്ട് ചെയ്തു, F4 കോമ. ലുക്കപ്പ് അറേ എന്താ, ഈ സിഒ നെയിമിൻ്റെ റേഞ്ച് മെയിൻ ഡാറ്റാബേസിൽ ഇതാണ് ലുക്കപ്പ് അറേ, റൈറ്റ്. കോളം ബി ആ റെസ്പെക്റ്റീവ് റേഞ്ച് കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു, F4 കോമ എക്സാക്ട് മാച്ച് ക്ലോസ് ദി ബ്രാക്കറ്റ്. പക്ഷേ ഇവിടെ എൻ്റെ ആയിട്ടില്ല ഫോർമുല, ഇൻഡെക്സിൻ്റെ ബാക്കി പെൻഡിങ് കൂടി ഉണ്ട്. കോളം നമ്പറും കൊടുക്കണം, കോമ. നമുക്ക് എന്താ സിഒ ഫോട്ടോ വേണ്ടത്, റൈറ്റ്. അതായത് ലുക്കപ്പ് വാല്യൂന് അഗേൻസ്റ്റ് സിഒ ഫോട്ടോ മെയിൻ ഡാറ്റാബേസിൽ എത്രാമത്തെ കോളാണ്, 3ാമത്തെ കോളാണ്. 3 ഇടുന്നു, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി ഞാൻ ടൈപ്പ് ചെയ്ത് മാത്രം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക ഈ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഫോർമുല. ശേഷം ഗോ ടു ഫോർമുല, ഡിഫൈൻ നെയിംസ് എന്നുള്ള ഗ്രൂപ്പിൽ ഡിഫൈൻ നെയിം എന്നുള്ള റിബൺ ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു പേര് കൊടുക്കുക, ഫോർ എക്സാമ്പിൾ സിഇഒ ലിസ്റ്റ്. നെയിം കൊടുക്കുമ്പോൾ സ്പേസ് പാടില്ല, ജസ്റ്റ് അണ്ടർസ്കോർ ഇട്ടു അവിടെ. ശേഷം റെഫേഴ്സ് ടു എന്നുള്ള ഫീൽഡിൽ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻസ് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഓക്കെ പ്രസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ടെമ്പറലി ടൈപ്പ് ചെയ്ത് വെച്ചാൽ അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത്. ഓക്കെ, ഇനി എന്താക്കുന്നു, സിഒ ഫോട്ടോ എന്നുള്ള H2 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. ഇമേജ് അല്ല, സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ C6 കാണാം, പക്ഷേ എനിക്കിവിടെ C6 മാറ്റിയിട്ട് ആ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യണം. ഈ ഒരു പിക്ചറിൻ്റെ കേസിൽ ഇൻഡെക്സ് മാച്ച് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാതെ പറ്റുകൊണ്ടാണ് ഇൻഡയറക്റ്റ്ലി ഞാൻ ഡിഫൈൻ നെയിംസ് എന്നുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചിട്ട് അത് ഇൻസേർട്ട് ചെയ്തത്. ഇനി ആ ഡിഫൈൻ നെയിംസിൽ നമ്മൾ നേരത്തെ കൊടുത്ത ആ സിഒ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിവിടെ ലിങ്ക് ചെയ്യണം. അതുകൊണ്ട് ഈ C6 സെല്ല് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. പകരമായിട്ട് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഡിഫൈൻ നെയിംസിൽ കൊടുത്ത ആ സിഇഒ ലിസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ കാണുമ്പോൾ സിഇഒ ലിസ്റ്റ്, റൈറ്റ്. സിഇഒ ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്റ്റ് ചെയ്യുന്നു. ഇനി ആ റെസ്പെക്റ്റീവ് സിഇഒൻ്റെ നെയിം സെലക്ട് ചെയ്യുന്നു. അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇമേജും ഇവിടെ പോപ്പുലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും, റൈറ്റ്. സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇൻഡെക്സ് മാച്ചിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തുള്ളൂ, എൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ റെസ്പെക്റ്റീവ് വീഡിയോസിൻ്റെ ലിങ്ക്, ജസ്റ്റ് റെഫർ ചെയ്യുക, എന്നിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.